ലേണേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 6 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മീനിങ് ഓഫ് ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ എന്തിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്, എന്തിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം, പിന്നെ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ്, എന്തൊക്കെ രീതിയിലുള്ള എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, ഇനി എങ്ങനെ നമുക്ക് എറേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാം, ഐഡന്റിഫൈ ദ എറേഴ്സ് വിച്ച് അഫക്ട് ദി എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ദോസ് വിച്ച് നോട്ട് എഗ്രി ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്ന എറേഴ്സും ഉണ്ട്, ഇല്ലാത്ത എറേഴ്സും ഉണ്ട്. അവ ഐഡന്റിഫൈ ചെയ്യാം. റെക്ടിഫൈ എറേഴ്സ് വിതൗട്ട് പ്രിപ്പയറിംഗ് സസ്പെൻസ് അക്കൗണ്ട്, അതായത് നമ്മൾ എറേഴ്സിനെ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. റെക്ടിഫൈ ദ എറേഴ്സ് വിത്ത് സസ്പെൻസ് അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ടിന്റെ ഹെൽപ്പോടെയും സസ്പെൻസ് അക്കൗണ്ടിന്റെ ഹെൽപ്പ് ഇല്ലാതെയും നമുക്ക് എങ്ങനെ എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ട്രയൽ ബാലൻസിന്റെ മീനിങ് എന്താണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചാണ് അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്. നമുക്കറിയാം, ഓരോ ട്രാൻസാക്ഷൻസ് വരുന്നതോറും ഓരോ ട്രാൻസാക്ഷൻസ് സംഭവിക്കുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യമേ അതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, അത് വേണ്ടി നമ്മൾ പറഞ്ഞു ജേർണൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലെ, ജേർണലൈസ് ചെയ്യുക എന്നൊക്കെ ഒരു സ്റ്റെപ്പാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ജേർണലൈസ് ചെയ്യുക. ജേർണലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ഇനി ജേർണൽ എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, ജേർണൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ ഒരു ജേർണൽ എൻട്രി എഴുതുന്നു, അതിന്റെ എമൗണ്ടുകൾ എഴുതുന്നു, അവിടെ നറേഷൻ എഴുതുന്നു, ക്ലോസ് ചെയ്യുന്നു. അടുത്ത ജേർണൽ എൻട്രി എഴുതുന്നു, നറേഷൻ എഴുതുന്നു, എമൗണ്ടുകൾ എഴുതുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതായിരുന്നു ജേർണലിന്റെ ഫോർമാറ്റ്, മറന്നു പോകരുത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു നമുക്കറിയാം. ഇപ്പം ഇതിന്റെ അകത്ത് ഒരു ട്രാൻസാക്ഷൻ എടുക്കുക, ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, ഇവിടെ ഒരു ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ട്, ഇവിടെ ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ട്, നമുക്കറിയാലോ. ഇനി അതെന്താ, അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, പ്രീവിയസ് ലെസൺസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ടുകളുണ്ട്, ഏതാണ്, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, സെയിൽസ് അക്കൗണ്ടും ഉണ്ട്. അക്കൗണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, രണ്ട് ലെഡ്ജേഴ്സ് ആണ്, ക്യാഷും സെയിൽസും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ജേർണലൈസിംഗ് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് ആയിരുന്നു പോസ്റ്റിംഗ്. നമ്മൾ കണ്ടു, പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പോസ്റ്റ് പിടിച്ച പരിപാടിയാണ് അല്ലേ. നമ്മൾ ഈ ഓരോ ട്രാൻസാക്ഷനിലും വരുന്ന ഓരോ അക്കൗണ്ട്സും നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, പിന്നെ സെയിൽസ് അക്കൗണ്ടും ഉണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എവിടെ എഴുതും, ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. അതേപോലെ സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇതൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്തു വരുന്ന സ്റ്റെപ്പ് 2, പോസ്റ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ പോസ്റ്റിംഗിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇവിടെ നമ്മൾ രണ്ട് ലെഡ്ജേഴ്സ് നമ്മൾ വരച്ചു അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ലെഡ്ജറിനെ നമ്മൾ ബാലൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഇതിൽ നിന്നൊരു ബാലൻസ് തുക നമുക്ക് കിട്ടും അല്ലെ. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യുക, വീഡിയോസ് കാണുക. അപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് ബാലൻസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് സൈഡ് ബാലൻസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഓരോ അക്കൗണ്ടിനും ഓരോ ബാലൻസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഓരോ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷന്റെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ജേർണൽ ഈ പറഞ്ഞ ലെഡ്ജേഴ്സ് വരുന്ന സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 30-40 ഒക്കെ ട്രാൻസാക്ഷൻസ് കാണും. ഇനി നമ്മൾ ഒരു മാസത്തെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി കാണും അല്ലെ. ഇനി ഒരു വർഷത്തെ മുഴുവൻ കണക്ക് കൂട്ടി കഴിഞ്ഞാലോ തീർച്ചയായും അതൊരു വലിയ എടുത്താൽ പൊങ്ങാത്ത ഒരു നമ്പറാണ് വൈ. അപ്പോൾ നമുക്ക് അത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പർച്ചേസസ് അക്കൗണ്ടിന്റെ ബാലൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ടൈം കൺസ്യൂമിംഗ് ആയി. ഇനി നമുക്ക് ഇപ്പോൾ അറിയണം, അതായത് മെഷീനറി അക്കൗണ്ടിൽ വർഷാവസാനം എത്ര ബാലൻസ് ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് മുഴുവൻ നമ്മുടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചകഞ്ഞ് പിറകി നോക്കേണ്ടി വരും. അപ്പോൾ അതും ഒരു ടീഡിയസ് ടാസ്ക് ആണ്, അത് നമ്മൾ ഒത്തിരി ടൈം എടുക്കുന്ന ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടാസ്കിനെ അല്ലെങ്കിൽ ഈ ഒരു ജോലിനെ എളുപ്പമാക്കാനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സാധനം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫോർമാറ്റ് ഒക്കെ വരയ്ക്കാൻ പഠിക്കും. തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ലെഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഓക്കെ. ഈ ട്രാൻസാക്ഷനിൽ വരുന്ന ഓരോ എലിമെന്റ്സിനെ നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് വിളിക്കും. അപ്പം ഓരോ ലെഡ്ജേഴ്സിന്റെയും ബാലൻസ് ആണ് ഇവിടെ കാണിക്കുക. അപ്പം ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെന്ന് അറിയാലോ. അപ്പം ക്യാഷിൽ ഡെബിറ്റ് ബാലൻസ് ഇത്ര, ഇനി സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ഇത്ര, ഇനി പർച്ചേസസ് അക്കൗണ്ട് ആണെങ്കിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിന്റെ സമ്മറി ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായും ക്യാഷ് ബുക്കിൽ എന്തുമാത്രം ട്രാൻസാക്ഷൻസ് ഉണ്ട്, എത്ര ഡെബിറ്റ് ഉണ്ട്, എത്ര ക്രെഡിറ്റ് ഉണ്ട് എന്നറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കണം. പക്ഷേ നമ്മൾ ചുരുക്കി അറിഞ്ഞാൽ മതി, അതായത് മൊത്തത്തിൽ ഓവറോൾ നമുക്ക് അറിഞ്ഞാൽ മതി, അതായത് ഓരോ ലെഡ്ജേഴ്സിനും എത്ര ബാലൻസുകൾ വെച്ചുകൊണ്ട് എന്നറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയൽ ബാലൻസിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ് ഫോർമാറ്റ്, ഏറ്റവും ആദ്യമേ പെർട്ടിക്കുലേഴ്സ്, പിന്നെ ഇവിടെ ചെറിയ കോളം വരയ്ക്കാൻ വിട്ടുപോയി, അതാണ് ലെഡ്ജർ ഫോളിയോ എന്ന് നമുക്ക് വിളിക്കും. ലെഡ്ജറിന്റെ ഈ ലെഡ്ജേഴ്സിന്റെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ A1 എന്നാണ് ക്യാഷ് ബുക്കിന്റെ എങ്കിൽ അതങ്ങ് എഴുതുക. ഇനി സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും കാണാറില്ല പ്രാക്ടിക്കലി. അപ്പോൾ പ്രാക്ടിക്കലി സാധാരണ ഇങ്ങനെ ക്വസ്റ്റൻസിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം അങ്ങനെ പൊതുവെ കാണാറില്ല. ലെഡ്ജർ ഫോളിയോ ഒക്കെ വരയ്ക്കണം, പക്ഷേ ഇത് പാർട്ട് ഓഫ് ദ ഫോർമാറ്റ് ആണ്. ഇനി ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, പിന്നെ ലാസ്റ്റിൽ ടോട്ടൽ കണ്ടെത്തുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ്. ഇനി നമ്മൾ ബേസിക്കലി ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യാറ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് ആയിട്ടല്ല. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മളോട് ചോദിക്കും പ്രിപ്പയർ ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ജേർണലൈസിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, പോസ്റ്റിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ്, അത് അതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്നാമത്തത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്,
അതായത് നമ്മുടെ ഇൻകത്തിനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. രണ്ടാമത്തത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നമ്മുടെ സ്ഥാപനത്തിന്റെ പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത്, ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത് എന്നറിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അപ്പം അതിനെ നമ്മൾ പറയും പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി അവ ഏതൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നതാണ് P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വിളിക്കും. ഇനി പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന്റെ പൊസിഷനെ പറ്റി അറിയാൻ പറ്റും. അതിന്റെ കടബാധ്യതകൾ എത്ര, അതിന്റെ ആസ്തി എത്ര എന്നൊക്കെ കാണിക്കുന്നതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പം ഇതിലോട്ട് നമ്മൾ വരാൻ വേണ്ടി ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് ഒരു ട്രയൽ ബാലൻസിന്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം, അതായത് നമ്മുടെ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷനുമായിട്ട് അനുബന്ധിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു ചെറിയൊരു റൂൾ. ആ റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ്. അസറ്റ്സും എക്സ്പെൻസസും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ആലോചിച്ച് അസറ്റ്സിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ലൈബിലിറ്റീസ് ആൻഡ് എക്സ്പെൻസസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻകംസ്. അസറ്റ്സും എക്സ്പെൻസസും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈബിലിറ്റീസും ഇൻകംസും എന്ത് ബാലൻസ് കാണിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. ഇത് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ബിക്കോസ് നമുക്ക് റാൻഡം ആയിട്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫോർമാറ്റ്. അതായത് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇതൊരു ലൈബിലിറ്റി ആണ് അല്ലെ? നമുക്കറിയാം ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ലൈബിലിറ്റി ആവുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പം പാർട്ട്ണർ എയും പാർട്ട്ണർ ബിയും പാർട്ട്ണർ സിയും കൂടി ഒരു ബിസിനസ് ഇടുകയാണെങ്കിൽ A 1 lakh കൊണ്ടുവന്നു, B 1 lakh കൊണ്ടുവന്നു, C 1 lakh കൊണ്ടുവന്നു. ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? 3 lakh. അപ്പോൾ നമ്മുടെ ബിസിനസ് ഇത് വെച്ച് പ്രവർത്തിച്ചു വരുവാണ്. പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ബിസിനസ് ക്ലോസ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ബിസിനസ് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ലൈബിലിറ്റീസ് ഒക്കെ പോവാണോ? അല്ല, ഈ പറഞ്ഞ ലൈബിലിറ്റീസ് ഇതെല്ലാം പാർട്ട്നേഴ്സ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ കമ്പനി. നമുക്കറിയാലോ ഇത് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഓണേഴ്സും പിന്നെ അതേപോലെ കമ്പനിയും രണ്ട് വ്യക്തികളാണ് അല്ലെ. അപ്പോൾ ഓണേഴ്സ് കൊടുക്കുന്ന ഫണ്ട് എന്ന് പറയുമ്പോൾ അത് കാലകാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല ബിസിനസിന്, മറിച്ച് അത് പിന്നീട് ബിസിനസ് ക്ലോസ് അപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു കൊടുക്കാനുള്ള ഒരു ലൈബിലിറ്റിയാണ് എപ്പോഴും ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കുക, ബാധ്യതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാം ടെക്സ്റ്റ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസിലാണ് ടിക്ക് ചെയ്തേക്കുന്നത്. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് നമുക്കറിയാം എന്താണത്? അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ലൈബിലിറ്റി ആണോ, ഇൻകം ആണോ? തീർച്ചയായും അത് അസറ്റ് ആണ്. അപ്പം അസറ്റിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് എന്ന് ഓർക്കും. അസറ്റ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ലൈബിലിറ്റി ആണോ, ഇൻകം ആണോ? തീർച്ചയായും അതും അസറ്റ് ആണ്. അസറ്റ് ആയതുകൊണ്ട് അതിന്റെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുക. ഇതെല്ലാം എന്താണ്? ഇത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഇതുപോലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇതിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ടിക്കൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ അത് എങ്ങനെയാണ് ഈ ടിക്ക് ഇട്ടത്? ചുമ്മാ തോന്നുവാടി ഇട്ടതാണോ? അല്ല, ഇതിന്റെ ബേസിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റൂൾ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഗോൾഡൻ റൂൾ ഓർമ്മയുണ്ടല്ലോ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ റൂൾ ആണ് എന്ത്? ഇത് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു ഗോൾഡൻ. ഇനി ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമേ ട്രയൽ ബാലൻസ് വരയ്ക്കുക. നമ്മൾ എപ്പോഴും ഓർക്കുക ട്രയൽ ബാലൻസിന്റെ ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആൻസേഴ്സ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആകെ അതൊന്ന് അനലൈസ് ചെയ്ത് ഏത് ഡെബിറ്റ് സൈഡിലോട്ട് വരും, ഏത് ക്രെഡിറ്റ് സൈഡിലോട്ട് വരും, അത് മാത്രം നമുക്ക് നോട്ട് ഡൗൺ ചെയ്താൽ മതി. പൊതുവെ ട്രയൽ ബാലൻസിന്റെ ക്വസ്റ്റൻസ് എല്ലാം ഈസി ആയിട്ടാണ് വരാറ്. പിന്നെ ഫോർമാറ്റിന്റെ കാര്യം പറയണ്ടല്ലോ, ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. ബിക്കോസ് ഫോർമാറ്റിന് മാർക്ക് ഉള്ളതാണ്. ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ ഏറ്റവും ആദ്യമേ നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ട്രാൻസാക്ഷൻ എന്താണ്? ഏറ്റവും ആദ്യത്തെ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് 1 ലക്ഷം രൂപ നമുക്ക് ബാലൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ അത് ഏത് രീതിയിൽ വന്നു, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഉള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു സമ്മറി മാത്രമാണ് നമുക്ക് കിട്ടുക. നമുക്കൊക്കെ അറിയാലോ, നമ്മളൊരു ബുക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ബുക്കിന്റെ കണ്ടന്റ്സ് പേജ് അറിയാലോ അല്ലേ? അപ്പോൾ കണ്ടന്റ്സ് പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന ചാപ്റ്റർ ഇന്ന പേജ് നമ്പർ, ഇന്ന ചാപ്റ്റർ ഇന്ന പേജ് നമ്പർ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം അത് ചുരുക്കി നമുക്ക് കാണാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ബുക്ക് അകത്തോട്ട് നമ്മൾ മറിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ട്രയൽ ബാലൻസിന്റെ ഒരു കോൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ സാധനം? അത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ലൈബിലിറ്റി ആണ്. അപ്പം ലൈബിലിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എഴുതണം? അതിനെ ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതുക. അതായത് ഈ ടിക്ക് ഇടുകയല്ല, നമ്മൾ എന്ത് ചെയ്യണം? 1 lakh എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി അടുത്തത് ഡ്രോയിങ്സ്. നമ്മളെ സംബന്ധിച്ച് അക്കൗണ്ടൻസിക്കാരാണ് നമ്മൾ. അപ്പം ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ കുത്തിവര എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഡ്രോയിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ആ ബിസിനസ് മാൻ എടുത്തുകൊണ്ട് പോകുന്ന ഫണ്ട് അയാളുടെ പേഴ്സണൽ യൂസിനാവാം, എന്താണോ അയാൾ എടുത്തുകൊണ്ട് പോകുന്ന വിഡ്രോ ചെയ്ത് പോകുന്ന ആ ഒരു ഫണ്ടിനെയാണ് പറയുന്നത് ഡ്രോയിങ്സ്. അപ്പോൾ അത് ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയിരിക്കും അതിന് നമ്മൾ എവിടെ കൊണ്ട് എഴുതണം? ഡെബിറ്റ് സൈഡിലോട്ട് എഴുതുക. ഇനി അടുത്തതാണ് മെഷീനറി. മെഷീനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു അസറ്റ് ആണ് അല്ലെ? അപ്പോൾ നമ്മൾ എവിടെ കൊണ്ട് എഴുതണം? തീർച്ചയായും അതിനെ ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതുക. ഇനിയാണ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? അതൊരു ഇൻകം ആണ് അല്ലെ? അതൊരു വരുമാനമാണ്, റവന്യൂ ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇൻകംസിനെ നമ്മൾ എവിടെ കൊണ്ട് എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം എന്നറിയാലോ. അപ്പം നമ്മൾ അവന് 2 lakh എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ പർച്ചേസസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബേസിക്കലി ഒരു എക്സ്പെൻസ് ആണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ അടുത്താണ് സെയിൽസ് റിട്ടേൺസ് അല്ലെ? സെയിൽസിന്റെ നമ്മൾ റിട്ടേൺ അടിച്ചതാണ്. അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുക സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയത് അല്ലെ? സെയിൽസ് ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് നമ്മൾ എന്ത് എഴുതും? ഓപ്പോസിറ്റ് എഫക്ട് കിട്ടാൻ ഡെബിറ്റ് സൈഡ് കൊടുക്കും. ഇതേപോലെ തന്നെ പർച്ചേസസ് എന്താ നമ്മൾ എഴുതിയത്? നെക്സ്റ്റ് പർച്ചേസസ് ഡെബിറ്റ് സൈഡിലാണ് എഴുതിയെങ്കിൽ പർച്ചേസസ് റിട്ടേൺസ് എവിടെ വരും? പർച്ചേസസ് റിട്ടേൺസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? ഇതൊന്ന് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഈക്വൽ എമൗണ്ട് ആയിരിക്കും വരിക. പിന്നെ വേറെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഈ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകൾ ഈക്വൽ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് ഈക്വൽ ആവുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുക, നമ്മൾ ഡെബിറ്റ് ചെയ്ത് ശരിയാണോ, നമ്മൾ അസറ്റ്സും പിന്നെ എക്സ്പെൻസസും മാത്രമാണോ ഡെബിറ്റ് കൊടുത്തേക്കുന്നത്, അതല്ലോ
നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധവശാൽ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ മാറിപ്പോയോ അതോ ടോട്ടലിംഗിൽ മാറിപ്പോയോ അപ്പോൾ അങ്ങനെ പല രീതിയിലും ട്രയൽ ബാലൻസസിൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഏതൊക്കെ രീതിയിലാവാം അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു ടോട്ടലിംഗ് ഓഫ് സബ്സിഡറി ബുക്സ്. നമ്മൾ ടോട്ടൽ ചെയ്യുന്നതിൽ ചിലപ്പം എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ ആണ് പോസ്റ്റിംഗ് ഓഫ് ജേർണൽ എൻട്രീസ്. പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് കാൽക്കുലേറ്റിംഗ് അക്കൗണ്ട് ബാലൻസസ് അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ക്യാരിങ് അക്കൗണ്ട് ബാലൻസസ് ടു ട്രയൽ ബാലൻസ്, അതായത് നമ്മുടെ അക്കൗണ്ട് ബാലൻസസിൽ 20,000 കാണിക്കുന്നു, ട്രയൽ ബാലൻസിലോട്ട് നമ്മൾ എടുത്തെഴുതുമ്പോഴത്തേക്കും അതിലൊരു 0 കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കൂടി പോകുന്നു. ഇതൊക്കെ എന്താണ് എറേഴ്സ് ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് വരാവുന്ന എറേഴ്സ് ആണ് ടോട്ടലിംഗ് ദ ട്രയൽ ബാലൻസ് കോളംസ്. അപ്പോൾ പലപ്പോഴും നമ്മൾ തിരക്ക് കൂട്ടി പടയുന്ന ചെയ്ത് തീർക്കാനുള്ള ഒരു സ്പീഡ് ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു 0 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ എറേഴ്സ് വരാറുണ്ട്. അപ്പം എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. ഇനി വേറെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമുക്കറിയാം എന്താ നമ്മുടെ ഈ ഒരു പോസ്റ്റിംഗ് ഉണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു ജേർണലൈസിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ജേർണലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ജേർണലൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു. പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പറേഷൻ ആണ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലെ. പക്ഷെ നമുക്കറിയാം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് വേണം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാലൻസസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ട്രേഡിംഗ് P&L അക്കൗണ്ട് എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് ചെയ്തേക്കല്, ബിക്കോസ് ട്രേഡിംഗ് അക്കൗണ്ട് ഒരെണ്ണോ P&L അക്കൗണ്ട് രണ്ടാമത്തതുമാണ്. പക്ഷെ നമ്മൾ അതിന് ബേസിക്കലി അത് ഡ്രോ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെയും പിന്നെ അതിന്റെ ബാക്കിയായിട്ട് P&L ആയിട്ടാണ് ഡ്രോ ചെയ്യുക. ബേസിക്കലി രണ്ടും രണ്ട് അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ട്രേഡിംഗ് P&L പിന്നെ ബാലൻസ് ഷീറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ അക്കൗണ്ടൻസി ചെയ്യുന്നതിന്റെ ഒരു സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ജേർണലൈസ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. അടുത്തത് നമ്മൾ പഠിച്ചത് പോസ്റ്റിങ്ങിനെ പറ്റിയായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷനെ പറ്റിയാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ 9, 10 അങ്ങനത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കുന്നത് എന്താണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പം ഈ ഓരോ സ്റ്റെപ്സും വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പോവുക, ബിക്കോസ് ഇത് വളരെ ബേസിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഈ പ്രിപ്പറേഷൻ ഓഫ് ദ ട്രയൽ ബാലൻസ്, അതായത് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ആണ് ടോട്ടൽസ് മെത്തേഡ്. സെക്കൻഡ് വൺ ആണ് ബാലൻസസ് മെത്തേഡ്. ഇനി മൂന്നാമതാണ് ആ ഒരു ഹൈബ്രിഡ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടോട്ടൽ കം ബാലൻസസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിന് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഇനി ആദ്യത്താണ് നമ്മൾ പഠിച്ചത് ടോട്ടൽസ് മെത്തേഡ്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഇപ്പൊ കണ്ട മെത്തേഡ്. അതിൽ എന്താ സ്പെഷ്യാലിറ്റി, നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു, അവിടെ ഡെബിറ്റ് ഉണ്ട് ക്രെഡിറ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ കോളംസ് ഉണ്ട്, നമ്മളൊരു ക്യാഷ് ബുക്ക് ഉണ്ടാക്കുവാണ്, അതിന്റെ ബാലൻസ് എത്രയാണെന്ന് എഴുതി. ഓക്കെ, പിന്നെ നമ്മൾ മെഷീനറി അക്കൗണ്ട് വരച്ചു, അതിന്റെ ബാലൻസ് എത്രയാ അത് എഴുതി. ഇനി നമുക്ക് എന്തെങ്കിലും ലൈബിലിറ്റി അക്കൗണ്ട്, ടേം ലോണിന്റെ അക്കൗണ്ട് നമ്മൾ വരച്ചു, അതിന്റെ ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് എഴുതി. അപ്പോൾ ഈ ബാലൻസസിന്റെ അക്കൗണ്ടുകളുടെ ടോട്ടലുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ഇനി അതേപോലെ ബാലൻസ് മെത്തേഡ് സ്പെഷ്യാലിറ്റി എന്താണ്, ബാലൻസ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിപ്പറേഷനിൽ യാതൊരു ഡിഫറൻസസും ഇല്ല കേട്ടോ. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഇതെല്ലാം ആസ് പെർ റൂൾ തന്നെ നമ്മൾ ചെയ്യണം. ഇനി ഇതേ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബാലൻസസ് വഴിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതായത് ഒരു അക്കൗണ്ട് ഇപ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് എടുക്കാം, ഏതാ എടുക്കുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ക്യാഷ് ബുക്ക് എടുക്കാം, റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ എന്താണ്. ഓക്കെ, ടോട്ടൽസ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഈ ഒരു ജേർണൽ റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ ഏത് തുകയായിരിക്കും നമ്മൾ എഴുതാൻ പോണത്. അതായത് റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് തുകയാണ് എഴുതാൻ പോണത്, ഈ ഒരു അക്കൗണ്ടിന്റെ ടോട്ടൽ. അപ്പോൾ ഈ അക്കൗണ്ടിന്റെ ടോട്ടൽ എത്രയാണ്, 60,000 എന്നുള്ളതാണ് ഇവിടുത്തെ ടോട്ടൽ. അപ്പോൾ ആ ടോട്ടൽ ഇവിടെ നമ്മൾ എടുത്തെഴുതും. ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് ലൈബിലിറ്റി എന്നറിയാലോ. അപ്പോൾ 60,000 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ ആണോ. അതെ. ഇനി ബാലൻസസ് മെത്തേഡിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ബാലൻസസ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതായത് ഈ ബാലൻസ് എത്രയാണ്, അതായത് ഒരു അക്കൗണ്ടിൽ എത്രമാത്രം ക്ലോസിംഗ് ബാലൻസ് ഉണ്ടോ അതിനായിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ, അപ്പം ഈ റാവത്തിന്റെ അക്കൗണ്ട് നോക്കി, റാവത്തിന്റെ അക്കൗണ്ടിൽ ബാലൻസ് CD എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ബാലൻസ് CD ഉണ്ട്, അതായത് ബാലൻസ് ക്യാരി ഡൗൺ, മാസത്തിന്റെ അവസാനം ഉള്ളത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. അപ്പോൾ അതിന്റെ ടോട്ടൽ ബാലൻസ് എത്രയാണ്, 60,000. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും എന്ത്, റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000 എന്ന് നമ്മൾ എഴുതും. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അപ്പോൾ റോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ റോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എഴുതും എന്ത്, റോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി. ഇനി ഇവിടുത്തെ ഏത് എമൗണ്ട് ആയിരിക്കും കാണിക്കുക, ടോട്ടൽസ് മെത്തേഡ് പ്രകാരം റോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 60,000 ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 60,000 നമ്മൾ ഇവിടെ എഴുതുന്നു. മറിച്ച് ബാലൻസസ് മെത്തേഡ് വഴിയാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ റോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും, ഏത് എമൗണ്ട് റെക്കോർഡ് ചെയ്യുക, ഇവിടുത്തെ ബാലൻസ് തുക എത്രയാണ്, ബാലൻസസ് ക്യാരി ഡൗൺ എത്രയാണ്, 20,000 ആണ്. കണ്ടില്ലേ, 20,000 ക്യാരി ഡൗൺ ചെയ്തുകൊണ്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ മാസത്തിന്റെ അവസാനം 20,000 ആണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ആ ക്ലോസിംഗ് ബാലൻസിനായിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുക 20,000. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ മെത്തേഡായ ടോട്ടൽ കം ബാലൻസസ് മെത്തേഡ് ആണെങ്കിൽ, അതായത് ടോട്ടൽ കോളം കാണിക്കും, ബിക്കോസ് നമുക്കറിയാം ടോട്ടൽ കോളം അനുസരിച്ചുള്ള തുകയും ബാലൻസസ് മെത്തേഡ് വഴിയുള്ള തുകയും വ്യത്യാസം ഉണ്ടെന്ന് അറിയാം അല്ലെ. അപ്പോൾ നമ്മൾ ടോട്ടൽ കം ബാലൻസസ് മെത്തേഡിൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു ഫോർമാറ്റ് വരയ്ക്കുന്നത് തന്നെ ഇച്ചിരി സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, പെർട്ടിക്കുലർ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ അതുപോലെ ഇരിക്കും, ലെഡ്ജർ ഫോളിയോ അതുപോലെ തന്നെ. ഇനി ടോട്ടൽ മെത്തേഡിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരു എഴുതുന്നു, ബാലൻസസ് മെത്തേഡിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആയിട്ട് നമ്മൾ എഴുതുന്നു. അപ്പം ഈ ഒരു അക്കൗണ്ടിൽ തന്നെ ഈ 4 തുകയും നമ്മൾ എഴുതുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇതൊന്ന് ചുമ്മാ ഡ്രോ ചെയ്തേക്കാം. ഇവിടെ 2 ഡെബിറ്റ് സൈഡും 2 ക്രെഡിറ്റ് സൈഡും വരും. ഈ 2 എണ്ണം എന്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് ബാലൻസസ് മെത്തേഡ് അനുസരിച്ചുള്ള തുക എഴുതാനും ഈ 2 എണ്ണം നമുക്ക് ടോട്ടൽസിന്റെ ഫിഗേഴ്സ് എഴുതാനും ആയിരിക്കും. ബാക്കി എല്ലാ ഫോർമാറ്റും അതേപോലെ തന്നെയാണ്. ഇവിടെ തുകയ്ക്ക് മാത്രമേ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് വേണം, നമ്മുടെ ട്രയൽ ബാലൻസ് കറക്റ്റ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആവണം എന്ന് നമുക്കറിയാം അല്ലെ. ഇനി അത് ഈക്വൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ട്. ഇനി അത് എറേഴ്സ് ഏതൊക്കെ രീതിയിൽ ആവാം. എറേഴ്സ്
എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മൊത്തം വായിച്ച് നോക്കുക. ഇതെല്ലാം ഏകദേശം നമ്മൾ റൗണ്ട് അപ്പ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ സൈഡിൽ നിന്നോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യുന്നതിന്റെ ഇടയിലോ എന്തെങ്കിലും ഒരു എറേഴ്സ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എറേഴ്സ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് വിളിക്കും. അപ്പോൾ ആ എറേഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ബാധ്യതരാണ്. ഇനി എറേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. എറേഴ്സ് ഇൻ അക്കൗണ്ട്സ് ഏതൊക്കെ രീതിയിൽ എറേഴ്സ് വരാം. അപ്പോൾ എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 4 രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, നെക്സ്റ്റ് ആണ് ലാസ്റ്റ് ആണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഈ രീതിയിലാണ് നമ്മുടെ എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി ഏറ്റവും ആദ്യമേ എറേഴ്സ് ഓഫ് കമ്മീഷൻ. എന്താണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ? അപ്പോൾ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആരെങ്കിലും നമുക്ക് കമ്മീഷൻ തരിക അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ. പക്ഷേ ആ കമ്മീഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കമ്മിറ്റ് ചെയ്യുക നമ്മൾ പറയില്ലേ, കമ്മിറ്റ് സൂസൈഡ് അല്ലെങ്കിൽ കമ്മിറ്റ് എന്താണ് ഒരു കാര്യം നടത്തുക എന്നുള്ളതാണ് ബേസിക്കലി ഇവിടെ കമ്മിറ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്മീഷൻ. നമ്മൾ ഈ ഒരു എററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നടത്തിപ്പിന്റെ എന്തോ പ്രോബ്ലം കൊണ്ട് നമുക്ക് വന്ന എററിനെയാണ് നമുക്ക് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. എന്ത് നടത്തിപ്പാണ്? നമ്മുടെ അക്കൗണ്ടന്റ് റോങ് ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റിംഗ് നടത്തി. ഓക്കെ, അയാൾ ഇച്ചിരി ശ്രദ്ധക്കുറവ് കാണിച്ച് പോസ്റ്റിംഗ് തെറ്റായിട്ട് നടത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ടോട്ടലിംഗ് കറക്റ്റ് ആയിട്ട് നടത്തിയില്ല, ടോട്ടലിംഗ് ചെയ്യുന്നതിൽ എന്തോ അപാകത വരുത്തി. പിന്നെ അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ബുക്സ് സെയിൽസിലോട്ട് പോസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അയാൾ പോയിട്ട് സെയിൽസ് റിട്ടേൺസ് എടുത്ത് അതിലോട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാറിയല്ലേ, തീർച്ചയായും അതൊരു റോങ് ആണ്. അപ്പോൾ ഇതുപോലത്തെ തെറ്റുകൾ വരുന്നതിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. ഒമിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? വൊമിറ്റും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. ഇത് ക്ലാസ് റൂമിൽ പറയുമ്പോൾ മിക്കവാറും തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ ചിരിക്കും, വൊമിറ്റോ എന്താ സംഭവം അല്ലേ. പക്ഷെ ഇവിടെ വൊമിറ്റ് അല്ല നമുക്ക് വേണ്ടത് ഒമിഷൻ ആണ്, ഒമിറ്റ് ആണ്. ഓക്കെ, സോ ഒമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ വിട്ടുപോവുക അല്ലെങ്കിൽ അങ്ങനെ മറന്നു പോകുക എന്നൊക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒമിറ്റ് ചെയ്യുക, ഉപേക്ഷിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഡ്യുവൽ എൻട്രി ആസ്പെക്ട് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ അല്ലെ, ഡ്യുവൽ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാലറി പേ ചെയ്തെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് നമ്മൾ എഴുതാൻ ബാധ്യതരാണ് അല്ലെ, ബാങ്കിന്നോ ക്യാഷ് എന്നൊക്കെ നമ്മൾ എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഡ്യുവൽ ആസ്പെക്ട് ആയതുകൊണ്ട് 2 അക്കൗണ്ടുകൾ ഇതിനെ പോസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ സാലറി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ? ടു ബാങ്ക് എന്ന് പോസ്റ്റ് ചെയ്യണം. ഇനി ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യണം? ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പതിവ്. പക്ഷെ നമ്മുടെ അക്കൗണ്ടിന് എന്ത് ചെയ്തു? നമ്മുടെ അക്കൗണ്ടിന് ആദ്യമേ 0 ഒക്കെ മറന്നു പോയ പോലെ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇയാൾ സാലറി അക്കൗണ്ടിലൊക്കെ പോസ്റ്റ് ചെയ്തു, പക്ഷെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒമിറ്റ് ചെയ്യുക ചെയ്തത്, അതായത് ഇയാൾ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് പറയുന്നതാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി അടുത്താണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് പ്രിൻസിപ്പിളാണ്? പ്രിൻസിപ്പാൾ അല്ല, നമ്മുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ ഓർത്തേക്കില്ല. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിങ്ങിന് കുറേ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു അല്ലെ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, പിന്നെ എന്താണ് ഡ്യുവൽ എൻട്രി കോൺസെപ്റ്റ്, പിന്നെ ഫുൾ ഡിസ്ക്ലോഷർ. അപ്പോൾ അങ്ങനെ കുറേ കോൺസെപ്റ്റുകളും നമ്മൾ പ്രിൻസിപ്പിൾസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി നമുക്കറിയാം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ റൂളിനെ നമ്മൾ ലംഘിച്ചു, അല്ലെങ്കിൽ അവിടെ എന്തോ തെറ്റ് വരുത്തി നമ്മൾ എന്തോ അക്കൗണ്ട്സ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവിടെ വരും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്താ പറയാൻ പറ്റുന്നത്? നമുക്കറിയാം നമ്മുടെ ഒരു ഗോൾഡൻ റൂൾ പ്രകാരം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലെ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടി, നമുക്ക് എന്തോ ഒരു കമ്മീഷൻ കിട്ടി. ഇനി ഈ കമ്മീഷൻ മേളത്തെ കമ്മീഷൻ അല്ലാന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ വരുമാനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കമ്മീഷൻ കിട്ടുമ്പോഴത്തേക്ക് റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വരും? അത് ശരിക്കും ഡെബിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെ. അപ്പോൾ എൻട്രി നമ്മൾ എങ്ങനെ എഴുതുക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, ഇതുപോലെയാണ് ബേസിക്കലി എഴുതേണ്ടത്. പക്ഷെ നമ്മൾ അബദ്ധവശാൽ ഇതിനെ റിവേഴ്സ് എഴുതുവാണ്. ഫോർ എക്സാമ്പിൾ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതുവാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെയും ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരുത്തി വെച്ച ഒരു എറർ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഒരു പേയ്മെന്റ് ആയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്, ഇതുപോലെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെ. അപ്പം ഇത് നമ്മുടെ പ്രിൻസിപ്പിളിനെ ലംഘിച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ റൂൾസിനെ നമ്മൾ ലംഘനം വരുത്തി. അതുകൊണ്ട് ഇതിനെ ഒരു എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് കോമ്പൻസേഷൻ. കോമ്പൻസേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ലോസ് ഉണ്ടായതിന് പരിഹാരം കണ്ടെത്തുക എന്നൊക്കെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ബിക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ എന്താ കാരണം ബിക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ടായി, ഒരു 20,000 റുപ്പീസ് ബിയുടെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പം ബിക്ക് ഈ 20,000 റുപ്പീസ് കൊടുക്കും, അതായത് എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു പ്രോബ്ലം സഹിച്ചതിന് ഞാനത് കോമ്പൻസേറ്റ് ചെയ്യാം അല്ലെ, പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു. അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന എറേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ എറേഴ്സിനെ പേടിക്കേണ്ട ആവശ്യമില്ല വലിയ കാര്യമായിട്ട്. അതായത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. പർച്ചേസസ് ബുക്ക് നമ്മൾ നോക്കിയപ്പോൾ അബദ്ധവശാൽ ഒരു 10,000 എക്സ്ട്രാ നമ്മൾ കാണിച്ചു. ഓക്കെ, പർച്ചേസസ് നമ്മൾ അത്രയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു 10,000 നമ്മൾ കാണിച്ചു, ഹൈപ്പ് ചെയ്ത്. ഓക്കെ, അത് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ എന്തോ കാരണം വെച്ചാൽ അതേ സമയത്ത് നമ്മൾ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്ന ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തു? ശരിക്കും ഉള്ള തുകയേക്കാളും ഒരു 10,000 റുപ്പീസ് കുറച്ച് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സംഭവം നടക്കുമ്പോൾ എന്ത് സംഭവിച്ചു? പർച്ചേസസ് കാരണം നമ്മുടെ അക്കൗണ്ട് ഒരു 10,000 റുപ്പീസ് ഫേക്ക് ആയിട്ട് ഇൻക്രീസ് ആയി. അതേ സ്ഥാനത്ത് സെയിൽസിന്റെ റിട്ടേൺസ് അടിച്ചപ്പോഴത്തേക്കും നമ്മൾ മൈനസ് 10,000 റുപ്പീസ് ഇട്ടപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോൾ അത് ഈക്വൽ എഫക്ട് ആയി. അപ്പം അത് ന്യൂട്രൽ ആയി, നള്ളായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മുടെ ഗാന്ധിജിയുടെ കോൺസെപ്റ്റ് പോലെ ഒരടി ലെഫ്റ്റിൽ കിട്ടിയ റൈറ്റ് സൈഡ് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടെ സംഭവിച്ചു? ഒരു അബദ്ധം നമ്മൾ കാട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു അബദ്ധം നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു. അതിനെയാണ് ബേസിക്കലി കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ എഫക്ട് എന്താണെന്ന് വെച്ചാൽ നോ
പ്രോബ്ലമാണ് ബേസിക്കലി. അതായത് ഇത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ബിക്കോസ് നമ്മുടെ അക്കൗണ്ടിൽ 10,000 രൂപീസ് അബദ്ധവശാൽ കൂട്ടി കാണിച്ചു, അത് കുറച്ച് കാണിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായി, അവിടെ ഒരു സോൾവ് ആയി പോയി ആ പ്രോബ്ലം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റുകളാണ്, ഒരു പരിഹാരങ്ങളാണ് എറേഴ്സിനെ നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ എറേഴ്സ് എങ്ങനെ സംഭവിക്കുന്നു, ഏതൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി ഈ എറേഴ്സിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. എന്നാൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ട്സ് അത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിലുണ്ട് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെ പറയുമ്പോൾ വിച്ച് ഡു നോട്ട് അഫക്ട് ട്രയൽ ബാലൻസ്. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് അഫക്ട്സ് ദ ട്രയൽ ബാലൻസ്. വിച്ച് ഡു നോട്ട് അഫക്ട് കൊണ്ട് അഫക്ട്സും. ഇനി ഏറ്റവും ആദ്യമേ വിച്ച് ഡു നോട്ട് എഫക്ട് നമുക്കൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കാം. അതായത് ഈ പറയുന്ന എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാലും ട്രയൽ ബാലൻസിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ട്രയൽ ബാലൻസിൽ എന്താ പ്രത്യേകത? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ബിക്കോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ ഗവൺമെന്റിനും കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ആ ഒരു ക്രെഡിബിലിറ്റിയിൽ ഒരു ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പക്ക പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് വേണം എന്നുള്ളത് തീർച്ചയായും ഒരു ഡൗട്ട് ഉള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യാത്ത ഒരു എറേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ആദ്യത്തെ സിറ്റുവേഷൻ ആണ് അനലൈസ് ചെയ്യുന്നത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ആദ്യത്തെ സിറ്റുവേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ആണ്. ഇപ്പം ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ, ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ. ഇത് നമ്മുടെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മുടെ ഇതിന്റെ ആക്ച്വൽ എൻട്രി എങ്ങനെയാണ് വരേണ്ടിയിരുന്നത്? നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് സെയിൽസ് അല്ല, പിന്നീട് ഒരു സമയത്തേക്ക് സെയിൽസ് നടത്തുന്നതാണ് അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാമെന്ന് പറയുന്നതാണ്. അപ്പോൾ സാധാരണ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് എന്ന് നമ്മൾ എഴുതും അല്ലെ. ഇതാണ് ബേസിക്കലി നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയാലുള്ള ഫോർമാറ്റ്. പക്ഷേ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ നമുക്കറിയാം ക്യാഷ് കിട്ടിയതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം നമ്മൾ എഴുതും എന്താ? പാർട്ടിയുടെ പേര് എഴുതണം, മോഹൻസ് അക്കൗണ്ട്. മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000. ഇതാണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? നമ്മുടെ അക്കൗണ്ടന്റ് സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കാൻ മറന്നുപോയി. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് എഴുതാൻ വിട്ടുപോയി, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുക്കാൻ വിട്ടുപോയി. അപ്പം എന്ത് സംഭവിച്ചു? നമ്മുടെ മോഹന്റെ അക്കൗണ്ടിൽ 10,000 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടേ ഉള്ളൂ. മോഹന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് 10,000 എന്ന് പറഞ്ഞ് കാണിച്ചതേ ഉള്ളൂ. സെയിൽസ് അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റ് എൻട്രി നമ്മൾ എങ്ങനെ എഴുതും? കറക്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ യൂഷ്വൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എൻട്രി അതേപടി എഴുതി വെച്ചാൽ മതി. അതായത് മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000 ഇതുപോലെ അങ്ങോട്ട് എഴുതിയാൽ തന്നെ നമ്മുടെ എൻട്രി എന്തായി? റെക്ടിഫൈ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് എറർ ആണ് ഇപ്പൊ കണ്ടത്? ഇതെന്ന് വെച്ചാൽ എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ആയിരുന്നു അല്ലെ. കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തു, മറന്നുപോയി. നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എഴുതാൻ സെയിൽസിലോട്ട് റെക്കോർഡ് ചെയ്യേണ്ട കാര്യം തന്നെ നമ്മൾ മറന്നുപോയി അല്ലെ. അപ്പോൾ അത് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എടുക്കാം. ഇതേ ട്രാൻസാക്ഷൻ നമുക്കൊന്ന് ചുറ്റിപ്പറ്റി നിൽക്കാം. അതായത് ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ റുപ്പീസ് 10,000. ഓക്കെ, അപ്പം 10,000 റുപ്പീസിന് മോഹന്റെ ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ കൊടുത്തു. അപ്പം ഇതാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ ശരിക്കും വരേണ്ട എൻട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 10,000. ഇതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള എൻട്രി വരേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം നമ്മുടെ അക്കൗണ്ടന്റ് എന്ത് ചെയ്തു? ഇവിടെ ഒരു എറർ ഓഫ് കമ്മീഷൻ വരുത്തി. ഓക്കെ, എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അയാളുടെ ആ ഒരു മന്ദബുദ്ധിത്തരം കാരണം പുള്ളി തെറ്റുകൾ വരുത്തി കൂട്ടുന്നതിനാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. പുള്ളി കമ്മിറ്റ് ചെയ്താണ് തെറ്റ്. ഓക്കെ, സോ അതെന്താണ്? പുള്ളി എഴുതി മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 1,000 ടു സെയിൽസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഒന്നുമല്ല, പ്രിൻസിപ്പിൾ ഒക്കെ കറക്റ്റ് ആയിട്ട് പുള്ളി ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? പുള്ളി ശ്രദ്ധയില്ലാത്തതുകൊണ്ട് 10,000 ഒരു 0 എന്ന് വിഴുങ്ങി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? അൾട്ടിമേറ്റ്ലി 10,000 റുപ്പീസിന്റെ സെയിൽസ് നടത്തുന്ന സ്ഥാനത്ത് വെറും 1,000 രൂപയുടെ സെയിൽസ് ആണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ട്സിൽ. അപ്പം ശരിക്കും ആക്ച്വലി വരുന്ന എൻട്രി എന്തായിരുന്നു? ഇതായിരുന്നു നമുക്ക് വരുന്ന എൻട്രി. പക്ഷേ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. അപ്പം നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എൻട്രി പാസ് ചെയ്യണം? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇത് ഇതേപടി നമ്മൾ എഴുതും. ഇനി എമൗണ്ട്, എത്ര എമൗണ്ട് ആണ് വിട്ടുപോയത്? 10,000 എഴുതുമോ 1,000 എഴുതുമോ എത്ര എഴുതും? നമ്മൾ എഴുതാൻ പോകുന്നത് 9,000 ആണെന്ന് ശ്രദ്ധിക്കുക. ഇനി എന്തുകൊണ്ട് 9,000? ബിക്കോസ് ഓൾറെഡി നമുക്ക് 10,000 സെയിൽസ് നടന്നിട്ട് 1,000 ഓൾറെഡി കാണിച്ചു. ഇനി ബാക്കിയുള്ള 9,000 നമ്മൾ എന്ത് ചെയ്യണം? കാണിച്ചിട്ടില്ല. അപ്പോൾ ആ 9,000 ഉള്ള ഒരു എൻട്രി കൂടി പാസ് ചെയ്താൽ എന്തായി? അത് റെക്ടിഫൈ ആയി, കറക്റ്റ് ആയി. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. അതായത് മൂന്നാമത്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സെയിം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റൻ സെയിം തന്നെ. ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ 10,000 ആണ്. പക്ഷേ നമ്മുടെ ഈ ഒരു അക്കൗണ്ടന്റ് എന്ത് ചെയ്യാണ്? പുള്ളി വീണ്ടും ശ്രദ്ധയില്ലാണ്ട് പുള്ളി എറർ ഓഫ് കമ്മീഷൻ വരുത്തുകയാണ്. ഓക്കെ, ആളെ മാറ്റേണ്ട സമയമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം കമ്മീഷൻ വരുത്തുകയാണ്. പുള്ളി എന്ത് ചെയ്തു? നമ്മുടെ സാധാ രീതിയിൽ അക്കൗണ്ട്സിന്റെ എൻട്രി ഒക്കെ പാസ് ചെയ്തു. മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പുള്ളി എഴുതി. പക്ഷേ എമൗണ്ട് 10,000 പകരം പുള്ളി 12,000 എന്ന് എഴുതി വെച്ചു. അപ്പം ഇതെന്താണ്? പുള്ളിയുടെ അശ്രദ്ധയാണ് അല്ലെ. 10,000 പകരം എക്സ്ട്രാ 12,000 കൂടി സെയിൽസ് കാണിച്ചു. അപ്പം എന്താ സംഭവിക്കുക? നമ്മുടെ അക്കൗണ്ടിൽ 10,000 റുപ്പീസേ വന്നിട്ടുള്ളൂ, 12,000 റുപ്പീസ് ആണ് കാണിക്കുന്നത്. ഡിഫറൻസ് 2,000. ഈ എക്സ്ട്രാ 2,000 നമ്മുടെ കയ്യിൽ വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അക്കൗണ്ടിൽ കാണിക്കത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ വരും അല്ലെ. ആരും എടുത്തോണ്ട് പോയോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചെന്നുള്ളത് സ്വാഭാവികമായിട്ടും ചോദ്യം വരും. അപ്പോൾ ഈ ഒരു എററിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും? ഇവിടുത്തെ എഫക്ട് എന്താണ്? 2,000 എക്സ്ട്രാ നമ്മുടെ അക്കൗണ്ടിലോട്ട് റെക്കോർഡ് ചെയ്തു അല്ലെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡെബിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് കൊടുക്കുക അല്ലെ. ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾ ഓർത്തിരിക്കുക, ലെഫ്റ്റ് കവളും കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പറയല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന 2,000 നമ്മൾ എന്ത് ചെയ്യണം? അതങ്ങോട്ട് റിവേഴ്സ് ചെയ്യാം. അപ്പം ഈ എൻട്രീനെ നമ്മൾ അങ്ങോട്ട് തിരിച്ചിടാം. എങ്ങനെ? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് അക്കൗണ്ട്. ഇനി എത്ര എമൗണ്ട് ആയിരിക്കും എഴുതുക? 10,000 എഴുതുമോ 12,000 എഴുതുമോ 2,000 എഴുതുമോ? നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് എക്സസ് നമ്മുടെ കയ്യിൽ കാണിച്ചിരിക്കുന്ന 2,000 ആണ്. ഇത് നമ്മുടെ എന്താവും? റിമൂവ് ആയി പോകും. ഈ എൻട്രി ട്രാൻസാക്ഷൻ പാസ് ചെയ്യുന്നതോടെ ഈ 12,000 നിന്ന് 2,000 എഫക്ട് കുറഞ്ഞ് 10,000 ഒരു എമൗണ്ടേ കാണിക്കുള്ളൂ അക്കൗണ്ടിൽ. ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ട് സെയിൽസ് ടു മോഹൻ 10,000 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതേണ്ട എൻട്രി എന്താണ്? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇയാൾ വീണ്ടും ഒരു കമ്മീഷൻ അല്ലെങ്കിൽ എറർ ഓഫ് കമ്മീഷൻ വരുത്തി വെക്കുകയാണ്. ഓക്കെ, എറർ ഓഫ് കമ്മീഷൻ. ഇയാൾ ശ്രദ്ധയില്ലാണ്ട് മോഹന്റെ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുന്നതിന് പകരം രാമിന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് കൊടുത്തു. രാംസ് അക്കൗണ്ട് ഡെറ്റർ
10,000. എമൗണ്ട് ഒക്കെ ഇപ്രാവശ്യം വളരെ കറക്റ്റ് ആണ്. പക്ഷേ ആകെ ചെയ്ത അബദ്ധം എന്ന് പറയുമ്പോൾ രാമൻ അല്ലെങ്കിൽ എന്താണ് മോഹൻ തന്ന പൈസ രാമിന്റെ അക്കൗണ്ടിൽ നിന്ന് കിട്ടി എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ? തീർച്ചയായും. അപ്പൊ ഇതെന്താണ്? എറർ ഓഫ് കമ്മീഷൻ തന്നെയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ രാമിന്റെ അടുത്ത് പോയി നമ്മൾ സെയിൽസ് നടത്തായിട്ട് അല്ലെങ്കിൽ രാമിന് സെയിൽസ് നടത്തിയതായിട്ടാണ് ഇവിടെ എഫക്ട് വന്നിരിക്കുന്നത്. പക്ഷേ മോഹന്റെ സൈഡിൽ നിന്ന് പൈസ കിട്ടിയതായിട്ട് കാണിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കറക്റ്റ് എൻട്രി എങ്ങനെ വരണം? മോഹൻ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ് വരേണ്ടതെന്ന് അറിയാലോ. രാമിന്റെ അക്കൗണ്ടിനാണ് അബദ്ധവശാൽ നമ്മളൊരു ഡെബിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ കറക്റ്റ് എൻട്രി ചെയ്യണമെങ്കിൽ റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കൊടുത്തിരിക്കുന്ന എൻട്രി രാമിന്റെ അക്കൗണ്ടിനാണ്. അപ്പം അവൻ എന്ത് ചെയ്യണം? നമുക്ക് പിടിച്ചൊരു ക്രെഡിറ്റ് കൊടുത്തേക്കാം. രാംസ് അക്കൗണ്ട് ക്രെഡിറ്റിലോട്ട് എഴുതുക. ഇനി ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതും? ആരുടെ അക്കൗണ്ടിലോട്ടാണ് വരേണ്ടത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലേ? അപ്പൊ രാമിന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുകയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തപ്പോൾ. ഇനി ഏത് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ഇടേണ്ടത്? മോഹൻസ് അക്കൗണ്ട്. മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു രാംസ് അക്കൗണ്ട് 10,000 ഇങ്ങനെ എഴുതുമ്പോൾ എന്തായി? അതായത് രാമിന്റെ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്ത 10,000 റുപ്പീസ് അങ്ങോട്ടുള്ളതല്ല, അത് മോഹന്റെ അക്കൗണ്ടിൽ നിന്ന് വന്നതാണ് എന്നാണ് നമ്മൾ ഈ എൻട്രി വഴി റെക്കോർഡ് ചെയ്ത് കറക്റ്റ് ചെയ്തത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതോടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എറേഴ്സ് അഫക്ട് നോട്ട് അഫക്ടിംഗ് ട്രയൽ ബാലൻസിന്റെ ഏരിയ തീരാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എറേഴ്സ് വിച്ച് അഫക്ട് ദ ട്രയൽ ബാലൻസ്. അതാണ് നമ്മൾ പേടിക്കേണ്ട എറേഴ്സ് അല്ലേ? നമ്മുടെ എറേഴ്സ് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലും ആ എറേഴ്സ് കയറി വരും. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല. എറേഴ്സ് അഫക്ട് ചെയ്യുന്ന ഏതൊക്കെ കാരണം കൊണ്ടാവാം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പഠിക്കും. സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ സസ്പെൻസ് ആണ് ഈ അക്കൗണ്ടും. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇത് കാണും. ഇനി ഈ പറഞ്ഞ എറേഴ്സ് വരാൻ കാരണം എന്തൊക്കെയാണ്? ബിക്കോസ് ഓഫ് എറേഴ്സ് ഓഫ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ്, ക്യാരി ഫോർവേഡിൽ വരുന്ന എറേഴ്സ്, ബാലൻസിംഗിൽ വരുന്ന എറേഴ്സ്, പോസ്റ്റിംഗിൽ, ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ്. ഇനി ഡെബിറ്റ് സൈഡിലോട്ട് എഴുതേണ്ട സാധനം ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതുക. ഇതെല്ലാം നമ്മുടെ ഒരു ശരാശരി 11th കാരന്റെ അക്കൗണ്ടൻസിയുടെ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് വരുത്താൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതെല്ലാം നമ്മളിങ്ങനെ ഡീൽ ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ടിന്റെ ഒരു എൻട്രി വരുന്നത് ഇവിടെയാണ്. എൻട്രി എന്ന് പറയുമ്പോൾ എന്താ സിനിമയിലൊക്കെ വില്ലൻ ചാടി വരുന്ന പോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ലൈഫ് സേവർ ആണ് നമ്മുടെ സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ സ്റ്റഡി ചെയ്യാം. എക്സാമ്പിളിന്റെ ഹെൽപ്പോടെ സ്റ്റഡി ചെയ്യാം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സെയിൽസ് നടക്കുകയാണ്. ഓക്കെ, സെയിൽസ് നടക്കുകയാണ്. എന്താണ്? നമ്മൾ 4 ഡീലേഴ്സിന്റെ അടുത്ത് നമ്മൾ സെയിൽസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് വന്ന 4 ഡീലേഴ്സ് കസ്റ്റമേഴ്സ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. ഒന്നാമത് അശോക് ട്രേഡേഴ്സ്, രണ്ടാമത് ബിമൽ സർവീസ് സെന്റർ, മൂന്നാമത് ചോപ്ര ഇൻഡസ്ട്രീസ്, ചോപ്ര എന്റർപ്രൈസസ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് ദിവാകർ ആൻഡ് സൺസ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ 4 നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരുടെ അടുത്ത് നമുക്ക് സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അശോക് ട്രേഡേഴ്സിന്റെ അടുത്ത് 20,000, ബിമൽന്റെ അടുത്ത് 10,000, ചോപ്രയുടെ അടുത്ത് 5,000, അതേപോലെ 15,000 ദിവാകറിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 50,000 റുപ്പീസ് നമ്മുടെ പോക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്, ഫേമിലോട്ട് വന്നിട്ടുണ്ട് സെയിൽസ് ഇനത്തിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എന്ത് കാണിക്കണം? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ട്രാൻസാക്ഷൻസ് സെയിൽസ് അക്കൗണ്ടിലും കാണിക്കണം, അതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടിലും കാണിക്കണം, അതേപോലെ തന്നെ ഈ ഓരോ പാർട്ടീസിന്റെ ഇപ്പൊ ദിവാകറിന്റെ അക്കൗണ്ടിൽ സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കണം, ചോപ്രയുടെ അക്കൗണ്ടിൽ സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കണം, അതേപോലെ ബിമലിന്റെ അക്കൗണ്ടിൽ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കണം അല്ലെ? അശോകിന്റെ അക്കൗണ്ടിലും നമ്മൾ എന്ത് കാണിക്കണം? സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടതാണ്. ഇനി സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ ഇവരുടെ എല്ലാവരുടെ പേര് വരണം അല്ലെ? അശോക്, ബിമൽ, ABCD എന്നാ പോയിക്കണം അല്ലെ? അശോക്, ബിമൽ, ചോപ്ര, ദിവാകർ. അപ്പം ഇവരുടെ എല്ലാവരുടെയും പേരുകൾ, അക്കൗണ്ടുകൾ വരേണ്ടതാണ് 50,000 ബാലൻസിങ്. അപ്പം ഇതെല്ലാം ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ അക്കൗണ്ടന്റ് എന്ത് ചെയ്തു? നമ്മുടെ വളരെ ഫ്രഷ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് ആയതുകൊണ്ട് പുള്ളി പഠിച്ചു വരുന്നേ ഉള്ളൂ സിറ്റുവേഷൻസ് അല്ലെ? അപ്പൊ പുള്ളി എന്ത് ചെയ്തു? പുള്ളി അശോക് ട്രേഡേഴ്സിന്റെ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടോ? അശോക് ട്രേഡേഴ്സിന്റെ അക്കൗണ്ടിൽ 20,000 കാണിക്കണമായിരുന്നു. പുള്ളി അത് കാണിച്ചു. ബാലൻസ് CD സെയിൽസ് നടത്തി എന്ന് പറഞ്ഞ് കാണിച്ചു. 20,000 ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അടിപൊളി അല്ലെ? ഇനി നെക്സ്റ്റ് ബിമൽ സർവീസ് സെന്ററിന്റെ കാണിച്ചിട്ടുണ്ടോ? ബിമൽ സർവീസ് സെന്ററിന്റെ 10,000 ആണ് അല്ലെ? അപ്പൊ 10,000 പുള്ളി സെയിൽസ് കാണിച്ചോ? 2 സെയിൽസ് 10,000 കാണിച്ചു, ബാലൻസ് ക്യാരി ഡൗൺ 10,000 കാണിച്ചു. അതും അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചോപ്ര എന്റർപ്രൈസസിന്റെ അക്കൗണ്ടിൽ 5,000 ആണ് കാണിക്കേണ്ടത്. ആ സെയിൽസ് നമ്മൾ കാണിച്ചോ? 5,000 കാണിച്ചു, മറിച്ച് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി 5,000. ഇനി ഒരാൾ കൂടി ഉണ്ട് അല്ലെ? അതാരാണ്? ദിവാകർ ആൻഡ് സൺസ്. ദിവാകർ ആൻഡ് സൺസിന്റെ 15,000 ആ അക്കൗണ്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പം ആൾ എന്ത് സംഭവിച്ചു? ദിവാകറിന്റെ അക്കൗണ്ട് എഴുതാൻ വിട്ടുപോയി. ഇത് ഒമിറ്റ് ചെയ്തപ്പെട്ടു അല്ലെ? എറർ ഓഫ് കമ്മീഷൻ തന്നെയാണ്. അപ്പം എറർ എന്താണ്? ഇവിടെ നമ്മുടെ ദിവാകർ ആൻഡ് സൺസിന്റെ അക്കൗണ്ട് കാണിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് നമുക്കറിയാം. സെയിൽസ് അക്കൗണ്ടിൽ എഴുതി 50,000 നമ്മൾ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഇതേ തുകകൾ ബാക്കി എല്ലായിടത്തും വരണ്ടേ? സെയിൽസ് നമ്മൾ അശോകിന്റെ എമൗണ്ട് എഴുതി 20,000, ബിമലിന്റെ എഴുതി 10,000, ചോപ്രയുടെ എഴുതി 5,000. പക്ഷേ ഒരാളുടെ മിസ്സായി പോയി അല്ലെ? അപ്പൊ ഇയാളുടെ തുക മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് 50,000 കാണിക്കുമോ? ഇല്ല, 50,000 കാണിക്കുകയില്ല. അപ്പം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 50,000 നമ്മൾ 50,000 നിന്ന് ദിവാകറിന്റെ എമൗണ്ട് എത്രയാണ്? 15,000 ആണ് അല്ലെ? 15,000 കുറച്ചിട്ടായിരിക്കും കാണിക്കുക. അതായത് 35,000 ആയിരിക്കും കാണിക്കുക. അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഡിഫറൻസ് 50,000 35,000 ആണ് ഡിഫറൻസ്. അപ്പം അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 15,000 ആണ് ഡിഫറൻസ് അല്ലെ? അപ്പൊ ഈ ഡിഫറൻസ് നമ്മൾ ഇത് പരിഹരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ടാലി ചെയ്ത് വരുമ്പോൾ ഈ കാണിക്കുന്ന ഡിഫറൻസ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലോട്ട് എഴുതും. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടുത്തെ സസ്പെൻസ് അക്കൗണ്ടിന്റെ സ്പെഷ്യാലിറ്റി. സസ്പീഷ്യസ് ആയിട്ടുള്ള എമൗണ്ടുകൾ നമ്മൾ എങ്ങോട്ട് മാറ്റും? ഈ പറഞ്ഞ അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റും. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒരേ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ പറയാണ്, അതായത് നമ്മുടെ എൻട്രി എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എൻട്രി എടുത്തേക്കാം. ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ 10,000. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രി.
അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്? കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മൾ എഴുതണം മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000. ഇതുപോലെയാണ് നമ്മൾ ബേസിക്കലി എഴുതേണ്ടത്. കറക്റ്റ് എൻട്രി ഇതാണ് അല്ലെ. പക്ഷെ നമ്മുടെ അക്കൗണ്ടിന്റെ ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇവിടെ റോങ് എൻട്രി ആണ് ആൾ പാസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇയാൾ ചെറിയൊരു ഒരു എറർ വരുത്തി. അതായത് മോഹൻസ് അക്കൗണ്ട് എന്നൊക്കെ എഴുതി മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതി. പക്ഷേ പുള്ളി ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതാൻ മറന്നുപോയി. ക്രെഡിറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ആസ്പെക്റ്റിലോട്ട് 10,000 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണ് അല്ലെ. ഒമിറ്റ് ചെയ്തു. ഇയാൾ ഇവിടെ എഴുതാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന് റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ പാസ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സസ്പെൻസ് അക്കൗണ്ട് ആണ് കേട്ടോ. അപ്പം സസ്പെൻസ് അക്കൗണ്ടിന്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ എൻട്രീനെ നമ്മൾ എഴുതും മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സസ്പെൻസ് അക്കൗണ്ട് 10,000 എന്ന് നമ്മൾ ഇതിനെ എഴുതും. അപ്പോൾ ഈ ഒരു എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോഹന്റെ അക്കൗണ്ടിൽ 10,000 റുപ്പീസിന്റെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിടപ്പുണ്ട് അല്ലെ. അത് നമ്മൾ അയച്ചിട്ടില്ല. പക്ഷേ അത് നമുക്ക് എന്തായാലും അക്കൗണ്ട്സ് ഫുൾ ആക്കി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇവനെ സസ്പെൻസ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രീവിയസ്ലി കണ്ട എൻട്രീസ് ഒക്കെ അതേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെ നമ്മൾ ഷോർട്ടേജ് വരുന്നു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 റുപ്പീസിന്റെ എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. അതിന് പകരം 7,000 റുപ്പീസേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3,000 ആണ്. അപ്പോൾ ഈ 3,000 നമ്മൾ എന്ത് ചെയ്യുന്നു? സസ്പെൻസ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. സസ്പെൻസ് അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റുന്നു. നേരത്തെ കണ്ട പോലെ തന്നെ 10,000 റുപ്പീസ് ആയിരുന്നു റെക്കോർഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിന്റെ സ്ഥാനത്ത് നമ്മുടെ അക്കൗണ്ടിൽ 12,000 റുപ്പീസ്, അതായത് എക്സ്ട്രാ ഒരു 2,000 റുപ്പീസ് ആണ് എൻ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടില്ലേ, ഡെബിറ്റ് ആസ്പെക്റ്റിൽ 12,000 ക്രെഡിറ്റ് ആസ്പെക്റ്റിൽ 10,000. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇവിടെ കൂടുതൽ വന്നു കുറവ് വന്നു ഒരു ഡൗട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ആ എക്സ്ട്രാ വന്ന 2,000 നേരെ സസ്പെൻസ് അക്കൗണ്ടിലോട്ട് ഇടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട റെക്ടിഫിക്കേഷന്റെ എൻട്രീസും അതിന്റെ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയറും. ഈ ഒരു ചാപ്റ്റർ ഏകദേശം ഫിനിഷ് ആയി. അപ്പോൾ ഇതിന്റെ ബേസിക്കലി പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ട്രയൽ ബാലൻസും പിന്നെ അതേപോലെ എറേഴ്സും അതിന്റെ റെക്ടിഫിക്കേഷനും ആണ്. പിന്നെ അതേപോലെ സസ്പെൻസ് അക്കൗണ്ടും ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇലസ്ട്രേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ബാക്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻസ് തന്നേക്കാം, MCQs തന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. താങ്ക് യു.